കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിലേക്ക് പോയിരുന്നു. ചെറിയൊരു ഗ്രാമമാണ്, ഒരു കുഞ്ഞു ഗ്രാമമാണ്. ഈ പറഞ്ഞതുപോലെ വായനശാലയും ഒരു ചെറിയ സ്കൂളുമൊക്കെയുള്ളൊരു കുഞ്ഞു ഗ്രാമമാണ്. അപ്പോൾ അവിടെ ആകെ 1-2 ചെറിയ കടകളൊക്കെ ഉള്ളൂ കേട്ടോ. അതിലൊന്നൊരു ഫാർമസിയാണ്, ആയുർവേദ ഫാർമസിയാണ്. അപ്പോൾ അവിടേക്കൊരു സാധനം വാങ്ങാൻ വേണ്ടി കയറിയപ്പോൾ അവിടെ ഒരു വല്യമ്മ ഇരിക്കുന്നുണ്ട്. നല്ല പ്രായമുള്ളൊരു ഉമ്മയാണ്. അപ്പോൾ നമുക്കവരെ അറിയാം. അവരോട് ചോദിച്ചു, എന്നെ അറിയോ എന്ന് ചോദിച്ചു. ഞാനിങ്ങനെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിച്ചു, എന്നെ അറിയോ? അപ്പോൾ എന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു, അറിയാതെ, ഞാനെടുത്ത കുട്ടിയാണ് നീ, ഞാനെടുത്ത കുട്ടിയാണ് നീ. അത് നിനക്കറിയോ? അല്ല, എനിക്കറിയില്ലായിരുന്നു. എൻ്റെ വയറ്റാട്ടിയാണ്. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് എന്നെ ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവന്ന ആളാണ്. എന്നെ ആദ്യമായി തൊട്ട ആളാണ്. ഞാൻ അവരുടെ കയ്യിലേക്ക് ഇങ്ങനെ കുറേ സമയം നോക്കി നിന്ന്. തിരിച്ചു പോരുമ്പോൾ ഞാൻ ആലോചിച്ചത്, എന്നെ ആദ്യമായി തൊട്ട ആളെ ഞാൻ കണ്ടു. എന്നെ അവസാനമായിട്ട് തൊടുന്നത് ആരായിരിക്കും? ഒന്നിങ്ങനെ ചെരിഞ്ഞ് കിടക്കാൻ മാത്രം കഴിയുന്ന ഒരു മൺകുഴിയിലേക്ക്, ഒരു ഖബറിലേക്ക് എന്നെ ഇങ്ങനെ അവസാനമായി എടുത്തു വെക്കുന്ന പരിചിതനോ അപരിചിതനോ ആയ ഏതോ ഒരു മനുഷ്യനായിരിക്കും. ഒരു മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് മറ്റൊരു മനുഷ്യൻ്റെ കയ്യിലേക്ക് ഉതിർന്നും ഉത്സാഹിച്ചും ഊർന്നിറങ്ങിയും ഒരു കുഞ്ഞു ജന്മം. അതിൻ്റെ പേരാണ് മനുഷ്യൻ്റെ ആയുസ് എന്ന് പറയുന്നത്. നമുക്കിങ്ങനെ മനുഷ്യന്മാരില്ലാതെ പറ്റില്ല. ഇത്രയേറെ നിസ്സഹായതയുള്ള വേറൊരു ജീവി ഉണ്ടാവാനും സാധ്യതയില്ല, അല്ലേ? ഒരു പശുവിൻ്റെ കുട്ടിയൊക്കെ ജനിച്ചു കഴിഞ്ഞ് എത്ര പെട്ടെന്നാണ് ഇങ്ങനെ എഴുന്നേറ്റ് ഓടുന്നത്. ഒരാട്ടിൻ്റെ കുട്ടി എത്ര പെട്ടെന്നാണ് ഇങ്ങനെ എഴുന്നേറ്റ് നടക്കുന്നത്. ഒരു മനുഷ്യൻ്റെ കുഞ്ഞിന്, ഉമ്മയുടെ കുട്ടിക്ക് അങ്ങനെ ഒന്ന് എഴുന്നേറ്റ് ഓടണം എന്നുണ്ടെങ്കിൽ എത്ര കാലം കഴിയണം? എത്ര മനുഷ്യന്മാർ കൈപിടിക്കണം? എത്ര ആളിങ്ങനെ തലോടണം? എത്ര ആളിങ്ങനെ പ്രോത്സാഹിപ്പിക്കണം? നമുക്ക് മനുഷ്യന്മാരില്ലാതെ പറ്റില്ലെന്ന്. 1988 പെരുമൺ ദുരന്തം ഉണ്ടായത്. 100 കണക്കിന് ആളുകൾ മരിച്ചു, 200-ലേറെ ആളുകൾക്ക് വലിയ പരിക്കും പറ്റി. ആ അപകടത്തിൽ പെട്ട് കിടക്കുന്ന മനുഷ്യരുടെ അടുത്തേക്ക് ഓടി വന്നത് ഒരു കടലോര ഗ്രാമത്തിലെ സാധു മനുഷ്യരായിരുന്നു. അവരങ്ങനെ വന്നിട്ടില്ലായിരുന്നെങ്കിൽ മരണസംഖ്യ അതിലേറെ കൂടുമായിരുന്നു. അവരുടെ തൊഴിലിടങ്ങളിൽ നിന്നൊക്കെ ഓടി വന്നിട്ട് ഈ മനുഷ്യരെ രക്ഷിക്കുമായിരുന്നു. പിറ്റേ ദിവസത്തെ മാതൃഭൂമി പത്രത്തിൻ്റെ 1-ാമത്തെ പേജിൽ തന്നെ വലിയ അക്ഷരത്തിൽ എഴുതി വച്ചിരുന്ന ഒരു വാക്കുണ്ട്. അതിങ്ങനെയായിരുന്നു, മനുഷ്യൻ. എത്ര മനോഹരമായ പദം! മനുഷ്യൻ, എത്ര മനോഹരമായ പദം! ഒരു പ്രളയം വന്നപ്പോഴും നമുക്കതാണ് മനസ്സിലായ ഏറ്റവും വലിയ കാര്യം, അല്ലേ? അന്യർക്ക് പ്രവേശനമില്ല എന്ന് നമ്മൾ എഴുതി വെച്ച ബോർഡ് പോലും കാണാനില്ല. ഒക്കെ പ്രളയം കൊണ്ടുപോയി. അപ്പുറത്ത് 3 ആളുകൾ ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് കരഞ്ഞ ഒരു മനുഷ്യനെ നമ്മൾ കണ്ടത് ഒരു പ്രളയകാലത്തായിരുന്നു. മനുഷ്യന്മാരൊക്കെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്ന കാഴ്ചയായിരുന്നു. അതിജീവിക്കുകയായിരുന്നു സ്നേഹിച്ചുകൊണ്ട്. സ്വാർത്ഥതയുടെ കെട്ടുവെള്ളത്തിൽ കഴുത്തോളം മുങ്ങി നിന്ന നമ്മളെ, നിസ്വാർത്ഥത എന്തെന്ന്, മറ്റൊരു മനുഷ്യനെ സ്നേഹിക്കൽ എന്താണ് എന്ന്, അയൽപ്പക്കത്തുള്ള മനുഷ്യൻ നമുക്ക് എത്ര പ്രധാനപ്പെട്ട ആളാണ് എന്നൊക്കെ പടച്ചവനിങ്ങനെ കാണിച്ചു തരുമായിരുന്നു. ഇതാണ്, നമുക്ക് മനുഷ്യനില്ലാതെ പറ്റില്ല. മനുഷ്യൻ്റെ സ്നേഹവും തലോടലൊന്നും ഇല്ലാതെ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഓരോ കൂടിയിരിക്കലുകളും, മനുഷ്യർ പാർക്കുന്ന ഓരോ ഇടങ്ങളും, മനുഷ്യർ വന്നിരിക്കുന്ന ഓരോ ഇടങ്ങളും അത്രമേൽ പ്രധാനമാണ്. അറിയാനുള്ള, ഇപ്പം എനിക്ക് എന്നെ തന്നെ തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം അതാണ്. ഞാൻ എത്ര മനുഷ്യരെ ഇങ്ങനെ അക്കമഡേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. എത്ര മനുഷ്യരിൽ നിന്ന് അകലുന്നു എന്നുള്ളതോ എത്ര മനുഷ്യരോട് പിണങ്ങുന്നു എന്നുള്ളതോ അല്ല. എൻ്റെ ബ്ലോക്ക് ലിസ്റ്റിൽ എത്ര ആളുകളുണ്ട്
എന്നത് എൻ്റെ മഹത്വത്തെ അടയാളപ്പെടുത്തുന്ന ഒരു കാര്യമല്ല. എത്ര മനുഷ്യരെ ഞാൻ അക്കമഡേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനം. ഒരു മനുഷ്യൻ എങ്ങനെയാണോ അങ്ങനെ ആ മനുഷ്യനെ സ്നേഹിക്കാവുന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സ് വലുതാകലാണ് പ്രധാനം. അല്ലാതെ നമുക്ക് സ്നേഹിക്കാവുന്നൊരവസ്ഥയിൽ മനുഷ്യന്മാരിങ്ങനെ മാറുന്നത് വരെ കാത്തിരിക്കലല്ല. ഒരാളെങ്ങനെയാണോ അങ്ങനെ, ഐ ലവ് യു ആസ് യു ആർ, അതാണത്. നിങ്ങളെങ്ങനെയാണോ അങ്ങനെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഇതാണ് ഒരു മനുഷ്യൻ എത്താവുന്ന ഏറ്റവും വലിയ അനുഭവങ്ങളിലൊന്ന് കേട്ടോ. അപ്പോഴേ നമുക്ക് മനുഷ്യന്മാരെ ഇങ്ങനെ മനസ്സിലാവുകയുള്ളൂ. നമ്മുടെ ഒരു ഗുരുനാഥനുണ്ട്, അദ്ദേഹം പറഞ്ഞൊരു സംഭവമാണ്. അദ്ദേഹം രാത്രിയിൽ ബസ്സിൽ KSRTCയിൽ മാനന്തവാടിയിലേക്ക് പോവാം. ഒരസമയമാണ്. അങ്ങനെ കോഴിക്കോട്ട് നിന്ന് യാത്ര തുടങ്ങി താമരശ്ശേരി ചുരം എത്തുന്നതിന് മുമ്പ് ആകുമ്പോഴേക്ക് തന്നെ ബസ്സിലെ കണ്ടക്ടർ ഇങ്ങനെ ഉറക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ടിക്കറ്റ് എടുക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ആരും ഒരാൾ ടിക്കറ്റ് എടുത്തിട്ടില്ല എന്ന് അവിടെ കാണിക്കുന്നുണ്ട്, മെഷീനിൽ കാണിക്കുന്നുണ്ട്. പക്ഷെ അത് ആരാണെന്ന് കണ്ടെത്താനും പറ്റുന്നില്ല. ഓരോ ആളുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, പക്ഷെ അവരൊക്കെ എടുത്തിട്ടുണ്ട്. അവസാനം കണ്ടക്ടർ പറഞ്ഞു ബസ് നിർത്തണമെന്ന് ഡ്രൈവറോട്. അങ്ങനെ ഡ്രൈവർ ബസ് നിർത്തി. കണ്ടക്ടർ ഉറക്കെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും ടിക്കറ്റ് എടുത്തിട്ട് കയ്യിൽ വെക്കണം, പരിശോധിക്കണം. അങ്ങനെ എല്ലാവരും ടിക്കറ്റ് എടുത്ത് കയ്യിൽ വെച്ച് എല്ലാവരുടെ അടുത്ത് വന്നിട്ടും പരിശോധിച്ച് എല്ലാവരും എടുത്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴാണ് ആ ബസ്സിൻ്റെ ഏറ്റവും പിറകിൽ ആ വലിയ സീറ്റുണ്ടല്ലോ, നീണ്ട സീറ്റ്, അതിൻ്റെ കോർണറിൽ ഒരാളിങ്ങനെ ചുരുണ്ട് കിടക്കുന്നുണ്ട്. കണ്ടക്ടർ അയാളുടെ അടുത്ത് ഇങ്ങനെ ചെന്നിട്ട് വിളിച്ചു. അയാൾ ഉണർന്നു. ബസ്സിലുള്ള മുഴുവൻ ആളുകളും അയാളെയാണ് നോക്കുന്നത്. അയാളാകെ അമ്പരന്ന് പോയി. കണ്ടക്ടർ ചോദിച്ചു, നിങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ? ഇല്ല. അയാളാണ് ടിക്കറ്റ് എടുക്കാത്ത ആൾ. കണ്ടക്ടർ അയാളെ നല്ലോണം വഴക്ക് പറയും. കാരണം ഇത്ര സമയമായിട്ട് കണ്ടക്ടർ ഇങ്ങനെ ഉറക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ടിക്കറ്റ് എടുക്കാത്ത ആരെങ്കിലും ഉണ്ടോ? എന്നിട്ട് അയാൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ കിടക്കുകയായിരുന്നു. കണ്ടക്ടർ അയാളെ പറയാനിരിക്കുന്ന വഴക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് ആളുകളിങ്ങനെ കാതോർത്ത് നിൽക്കുകയാണ്. പക്ഷെ ഒന്നും കേട്ടില്ല. പരിഭ്രമിച്ച് നിൽക്കുന്ന ആ മനുഷ്യൻ്റെ തോളിലിങ്ങനെ തട്ടിയിട്ട് കണ്ടക്ടർ പറഞ്ഞു, സാരമില്ലാന്ന്, നിങ്ങൾ ഉറങ്ങിപ്പോയതുകൊണ്ടല്ലേ, പേടിക്കണം വേണ്ട. നിങ്ങളെങ്ങോട്ടാണ് പോകുന്നത്? ടിക്കറ്റ് എടുത്തിട്ട് ഉറങ്ങിക്കോളൂ. കോടമഞ്ഞ് പാകിയ ആ ചുരത്തിൻ്റെ നടുവിൽ ആ പാവം മനുഷ്യൻ്റെ ഉള്ളിലെ കാർമേഘങ്ങൾ മുഴുവനും ഒരു കർക്കടകരാവ് പോലെ പെയ്തൊഴിഞ്ഞു പോയി. ആ കണ്ടക്ടറുടെ ഉള്ളിലുള്ളതിൻ്റെ പേരാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. നമ്മളുണ്ടാക്കുന്ന ഒച്ചപ്പാടുകളുടെ ഒന്നും പേരുള്ളത്. ഒരു മനുഷ്യനോട് കാണിക്കുന്ന സ്നേഹവും ഒരു മനുഷ്യൻ്റെ അവസ്ഥകളെ തിരിച്ചറിയാൻ കഴിയുന്ന ഹൃദയവികാസവുമാണ് ശരിക്കും സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. എത്രയോ ദിവസമായിട്ട് അമ്മയുടെ കൂടെ ആശുപത്രിയിൽ കിടന്നൊന്നുറങ്ങാൻ കഴിയാതെ, എത്രയോ ദിവസങ്ങളായി മക്കളെ കാണാതെ, ഒരു ദിവസം മക്കളെ ഒന്ന് കണ്ടുവരാമെന്ന് വിചാരിച്ച് ബസ് കയറിയ ആളായിരിക്കും, ഉറങ്ങിപ്പോയതായിരിക്കും. ഇനി അങ്ങനെ അല്ലെങ്കിൽ പോലും അയാളെ മനസ്സിലാകുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ വളരലാണ്. സ്പിരിച്വാലിറ്റി. മനുഷ്യന്മാർ ഭയങ്കര റിലീജിയസ് ആണ്, പക്ഷെ സ്പിരിച്വൽ ആവണില്ല. മുഗള രാജാക്കന്മാരിൽ ഏറ്റവും കൂടുതൽ മതാചാരങ്ങൾ പുലർത്തിയിരുന്ന ആളായിരുന്നു ഔറംഗസീബ്. ഖുർആനൊക്കെ ഇങ്ങനെ പകർത്തി എഴുതിയിരുന്ന ആളാണ്. പക്ഷെ അതേ മനുഷ്യൻ തന്നെ തൊട്ടപ്പുറത്തെ ഒരു കെട്ടിടത്തിൽ സ്വന്തം വാപ്പയെ ഇങ്ങനെ കെട്ടിയിട്ടിരുന്നു. റിലീജിയസ് ആവുക എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ ആവുക എന്നല്ല അതിൻ്റെ അർത്ഥം. സ്പിരിച്വൽ ആവുക എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഉള്ളിലെ വാല്യൂസാണ് ശരിക്കും, അല്ലേ? വാല്യൂസിന് കുറച്ചൊന്നുമല്ല വില.